വളരെ സമ്പന്നരായ ബ്രാഹ്മണ കുടുംബത്തിലെ നിരീശ്വരവാദിയായ പയ്യനാണ് നമ്മുടെ നായകനായ പ്രഭേന്ദു. ആളുടെ ജീവിതത്തിലേക്ക് താൻ ആരാണെന്നോ തന്റെ കഥകളൊന്നും തന്നെ ഓർമ്മയില്ലാത്ത ഒരു ജൻസി പ്രേതം കടന്നു വരുന്നു. ആ പ്രേതം എന്തിനാണ് പ്രഭേന്ദുവുമായി കൂട്ടുകൂടിയത്, ആ പ്രേതം ആരാണ്, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ അറിയാനായി സർവമായ എന്ന മൂവിയുടെ ഫുൾ കഥയിലേക്ക് നമുക്ക് പോവാം. ഒരു മ്യൂസിക് ബാൻഡിലെ ഗിറ്റാറിസ്റ്റായി ജോലി ചെയ്തു വരികയാണ് നമ്മുടെ കഥാനായകനായ പ്രഭേന്ദു. ആളൊരു സമ്പന്നനായ ബ്രാഹ്മണ കുടുംബത്തിലാണ്. എന്നാൽ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലാത്തതുകൊണ്ട് തന്നെ റെന്റ് കൊടുത്ത ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഇവരുടെ ട്രൂപ്പിന് 2 മാസത്തേക്ക് ഒരു യൂറോപ്യൻ പ്രോഗ്രാം വന്നതുകൊണ്ട് തന്നെ 2 മാസത്തെ റെന്റ് ലാഭിക്കാമല്ലോ എന്ന് കരുതി അപ്പാർട്ട്മെന്റ് ഒഴിവാക്കിയപ്പോഴാണ് തനിക്ക് മാത്രം വിസ വന്നില്ല എന്നുള്ള കാര്യം പ്രഭേന്ദു അറിയുന്നത്. ഇനി എന്ത് ചെയ്യുന്നോർത്ത് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവന്റെ മാനേജർ പറയുന്നത് അവന്റെ അച്ഛന്റെ 70ാം ജന്മദിനാഘോഷം നടത്തുന്നുണ്ടായിരുന്നു. അതിന് പ്രഭേന്ദുവിനെ ക്ഷണിച്ചിട്ടും അവൻ പോവാൻ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഒരു 70 വയസ്സിലൊക്കെ അച്ഛന്റെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും, നീ എന്തായാലും പോയിട്ട് വാ എന്ന് മാനേജർ പറഞ്ഞു. കൂടാതെ അവന്റെ ചേട്ടന്റെ മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു, നീ വന്നു കഴിഞ്ഞാൽ അച്ഛന് നല്ല സന്തോഷമാവും, കൂടാതെ വല്യച്ഛനും നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും പ്രഭേന്ദു വീട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. പ്രഭേന്ദുവിന്റെ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടിരുന്നു. അവന്റെ അച്ഛനും ചേട്ടനും വലിയച്ഛനും ഒക്കെ പേര് കേട്ട പൂജാരികളാണ്. വലിയച്ഛനോടാണ് പ്രഭേന്ദു ഏറ്റവും കൂട്ട്. പ്രഭേന്ദുവും പൂജാവിധി കർമ്മങ്ങളെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് കൊണ്ടാണ് അവൻ നിരീശ്വരവാദിയായി മാറുന്നത്. അവനിങ്ങനെ ദൈവവിശ്വാസമില്ലാതെ നടക്കുന്നത് കൊണ്ടാണ് അച്ഛൻ അവനോട് ദേഷ്യം. ഇതാണ് പ്രഭേന്ദുവിന്റെ കസിൻ ജൂബ. ആളും ചെറിയ ചെറിയ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. ആളുടെ അസിസ്റ്റന്റായ ശ്രീകുട്ടൻ ഇത്തിരി ഉടായിപ്പായതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കി തന്റെ പരികർമ്മിയായി വരാനായി പ്രഭേന്ദുവിനെ രൂപ നിർബന്ധിക്കുകയാണ്. എന്തായാലും 2 മാസത്തേക്ക് കുറച്ച് പൈസ ആവശ്യമായതുകൊണ്ട് തന്നെ പ്രഭേന്ദു അതിന് സമ്മതിച്ചു. അങ്ങനെ 2 പേരും ഒരുമിച്ച് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം 2 പേരും കുളക്കടവിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് പയ്യന്മാർ മാറി നിന്ന് ലഹരി എന്തോ ഉപയോഗിക്കുന്നതായി കാണുന്നത്. വളരെ ധൈര്യത്തോടെ ആ പയ്യന്മാരോട് കാര്യം ചോദിക്കാൻ പോയ രൂപയെ ആ പയ്യന്മാർ അടിച്ചോടിക്കുകയാണ്. ഇത് കണ്ട പ്രഭേന്ദുവും നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. അങ്ങനെ ഒരു ദിവസം പൂജക്കാർ ഒരു വീട്ടിൽ പോയ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിരുന്നതും ആ ഊഞ്ഞാല് പൊട്ടി താഴെ വീണതും രൂപയ്ക്ക് നല്ല പരിക്ക് പറ്റി. അതോടുകൂടി ആള് സൈഡായി. ഇനി വരുന്ന പൂജകളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായി പ്രഭയെ നിർബന്ധിച്ചു. അപ്പോഴാണ് ഒരു വീട്ടിലെ ഒരു പയ്യന്റെ ദേഹത്ത് പ്രേതം കൂടിയെന്നും ഒരു പെൺകുട്ടി അടുത്തു വന്ന് അവനോട് എന്തോ പറയാനായി ശ്രമിക്കുന്നുണ്ടെന്നും ആ ബാധയെ ഒഴിവാക്കി തരണമെന്ന് കുട്ടിയുടെ പാരന്റ്സ് രൂപയോട് പറഞ്ഞു. രൂപ അതിനായി പ്രഭേന്ദുവിനെയാണ് പറഞ്ഞേക്കുന്നത്. പേടിയോടെയാണെങ്കിലും ആ ബാധയെ ഒഴിവാക്കാനായി രൂപ പറഞ്ഞു കൊടുത്ത കുറച്ച് മന്ത്രങ്ങളുമായി പ്രഭേന്ദു അവരുടെ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ പൂജ തുടങ്ങിയതും ആരുമായും ഐ കോണ്ടാക്ട് ഇല്ലാതിരുന്ന ആ പയ്യൻ പ്രഭയെ തന്നെ നോക്കുകയും ശേഷം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ആ കുട്ടിയുടെ ദേഹത്ത് നിന്നും ആ ബാധ ഇപ്പോൾ പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതെങ്ങനെ വർക്കായി എന്ന് ഓർത്ത് പ്രഭയ്ക്ക് തന്നെ അത്ഭുതമായി. എന്നാലും അവർ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നല്ലോ, അപ്പോൾ ഡോക്ടർ കൊടുത്ത മെഡിസിൻ ഇപ്പോൾ വർക്കായതായിരിക്കും എന്ന് മാത്രമേ പ്രഭ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം പ്രഭേന്ദുവിന്റെ ജീവിതം തന്നെ മാറാൻ പോവുകയാണ്. പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ പ്രഭേന്ദു നല്ല ഉറക്കമായിരുന്നു. ആ സമയത്താണ് അവന്റെ ഡ്രൈവർ വിളിച്ച് അടുത്ത പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെ പറ്റി ചോദിക്കുന്നത്. കൂടാതെ നമ്പൂതിരിയുടെ വാട്സപ്പ് DPയിലുള്ള ചൈനക്കാരൻ ആരാണെന്ന് ചോദിച്ചതും ആ സമയത്താണ് പ്രഭേന്ദു തന്റെ DP നോക്കുന്നത്. ഇതൊരു ചൈനീസ് മ്യൂസിഷ്യൻ ആണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തെങ്കിലും ഈ DP ആരാണ് മാറ്റിയത് എന്നുള്ള സംശയത്തിലായിരുന്നു പ്രഭേന്ദു. എന്നാലും അത് കാര്യമാക്കാതെ അവൻ തന്നെ ഡ്രൈവറെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അതേ നേരത്താണ് രൂപയുടെ പരികർമ്മിയായിരുന്ന ശ്രീകുട്ടൻ താനൊരു ഗിറ്റാറിസ്റ്റ് ആണെന്നും താനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യമൊക്കെ താൻ പൂജ ചെയ്യുന്ന വീടുകളിൽ പോയി ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് പണം തരണമെന്നും ഭീഷണിപ്പെടുത്തി. പ്രഭേന്ദു ഒരു പാവം ആയതുകൊണ്ട് തന്നെ മിണ്ടാതിരുന്നു. എന്നാൽ അതും പറഞ്ഞ് മുന്നോട്ടേക്ക് പോയ ആ പയ്യന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതുപോലെ ഒരു കടയിലേക്ക് ഇടിച്ചു കയറുകയും അവന് നല്ല പരിക്ക് പറ്റുകയും ചെയ്തു. നമ്പൂതിരിയെ ഭീഷണിപ്പെടുത്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നാണ് അവന്റെ ഡ്രൈവർ കരുതിയിരുന്നത്. എന്നാൽ പ്രഭ അതൊന്നും കാര്യമാക്കാതെ വീട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിലേക്ക് എത്തിയ പ്രഭയെ കാത്ത് ഒരു കൊറിയറുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന പോലെയുള്ള ഒരു കുർത്തയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്നാൽ താൻ ഇങ്ങനെ ഒരു കുർത്ത ഓർഡർ ചെയ്തിട്ടില്ലെന്ന് പ്രഭേന്ദു തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവന്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്തതിന്റെ OTP വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ അവന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെന്റ് പോയിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആകെ വട്ടായി പോയ പ്രഭേന്ദു തന്റെ ഫോണിലുള്ള വേണ്ടാത്ത ആപ്പുകളാണ് ഇതിനൊക്കെ കാരണമെന്ന് കരുതി എല്ലാ ആപ്പും അൺഇൻസ്റ്റാൾ ചെയ്തു. ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് ഉറങ്ങാനായി കിടന്നു. എന്നാൽ പാതിരാത്രി ആയപ്പോൾ പ്രഭേന്ദുവിന്റെ ഉറക്കം ഞെട്ടുകയാണ്. അതേ നേരത്താണ് അവന്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അവന്റെ റൂമിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായി അവൻ കാണുന്നത്. 2 പേരും പരസ്പരം കണ്ട് ആകെ പേടിച്ചു പോവുകയാണ്. പ്രഭേന്ദു ഉടനെ തന്നെ ഓടിപ്പോയി അവന്റെ വെല്ലച്ചന്റെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറക്കം ഞെട്ടിയപ്പോൾ വെല്ലച്ചനോട് കാര്യം പറയുകയും ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്നും പറഞ്ഞു. വളരെ പഴക്കം ചെന്ന മനയല്ലേ, ഇങ്ങനെ പലതും കണ്ടു എന്ന് വരുന്നു പറഞ്ഞ് വെല്ലച്ചൻ കാര്യമാക്കാതെ പുറത്തേക്ക് പോയി.
അതും പറഞ്ഞ് പുറകിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ പെൺകുട്ടിയെ വീണ്ടും കണ്ട് പ്രഭ ആകെ ഞെട്ടുന്നത്. എന്നാൽ ആ പെൺകുട്ടി വളരെ കൂളായി താനൊരു പ്രേതമാണെന്നും അന്ന് ആ പയ്യന്റെ ദേഹത്തിൽ നിന്ന് ഒഴിപ്പിച്ച ബാധ ഞാനാണെന്നും വളരെ നൈസായി പറഞ്ഞതും പേടിച്ചു പോയ പ്രഭേന്ദു ഓടിപ്പോയത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കായിരുന്നു. ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഡോക്ടർ പറയുകയാണ്, എന്നാ പിന്നെ തനിക്ക് തന്നെ പൂജ ചെയ്ത് ആ പ്രേതത്തിനെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെയെന്ന്. എന്നാൽ താനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം അവൻ ഡോക്ടറോട് ഷെയർ ചെയ്തു. അങ്ങനെ ഒരാൾ എങ്ങനെ പൂജ ചെയ്യുന്നു എന്നതായിരുന്നു ഡോക്ടറുടെ അടുത്ത സംശയം. താൻ എങ്ങനെയാ നിരീശ്വരവാദി ആയതെന്ന് ഡോക്ടർ അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ അവന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഡോക്ടറുമായി ഷെയർ ചെയ്യുന്നത്. അവന്റെ ഇല്ലത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നേ അമ്മയും അവനും TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജയ്ക്ക് സമയമായതുകൊണ്ട് തന്നെ അമ്മ ദേവാലയത്തിനുള്ളിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ ഉറക്കെ വിളിക്കുന്നത് കേട്ടെങ്കിലും പൂജ കഴിയട്ടെ എന്ന് കരുതി അവൻ പോവാതിരുന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞു പോയി നോക്കിയപ്പോൾ അമ്മ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. മരിച്ചു കിടക്കുന്ന അമ്മയെ മടിയിലിരുത്തി അവൻ നേരെ നോക്കിയത് ദേവാലയത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിലേക്കായിരുന്നു. അതോടുകൂടിയാണ് അവന് ദൈവത്തോടുള്ള കണക്ഷൻ തന്നെ കട്ടാവുന്നത്. ഇത് കേട്ട ഡോക്ടർ, ഇങ്ങനെ ഒരു ട്രോമ നിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഉറങ്ങാനുള്ളൊരു ടാബ്ലറ്റും കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. വീട്ടിലേക്ക് എത്തിയ അവൻ ആ പെൺകുട്ടി അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ടാബ്ലറ്റും കഴിച്ച് ഉറങ്ങാനായി കിടന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഊഞ്ഞാലാടുന്ന ശബ്ദം കൂടാതെ മറ്റു ചില ശബ്ദങ്ങളും അവൻ കേൾക്കുന്നത്. ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അത് ആ ഊഞ്ഞാലിൽ അതേ പെൺകുട്ടി ഇരിക്കുന്നു. അവൾ ഫോണിലിരുന്ന് റീൽസ് കാണുകയായിരുന്നു. അത് കണ്ടതും പ്രഭയ്ക്ക് വീണ്ടും പേടിയാവാനായി തുടങ്ങി. എന്നാൽ ആ പെൺകുട്ടി പ്രേതമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കണ്ടുവരുന്നത് പോലെ ഒരു പേടിപ്പിക്കുന്ന പ്രേതമായിരുന്നില്ല. വളരെ നൈസായിട്ടുള്ള ഒരു വൈബ് പ്രേതം. അവളെ പുറത്തു നിന്ന് തന്റെ കൈവിരൽ കൊണ്ട് തന്നെ ലൈറ്റ് ഓൺ ആക്കി കാണിക്കുന്നു. ബാത്റൂമിലെ ഫ്ലഷ് ഓൺ ചെയ്ത് കാണിക്കുന്നു. അതോടുകൂടി അവൾ പ്രേതം തന്നെയാണെന്നുള്ള കാര്യം പ്രഭയ്ക്ക് കൺഫേം ആയി. അതുകൊണ്ട് തന്നെ അവൻ രൂപയെ വിളിച്ച് വീട്ടിൽ അവളെ ഒഴിപ്പിക്കുന്നതിനായി ഒരു പൂജ നടത്താനായി തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ രൂപ വീട്ടിലേക്ക് വന്നു. പൂജാവിധി കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നാൽ പൂജ കഴിഞ്ഞ് രൂപ പോയതും ആ പെൺകുട്ടി അതാ പ്രഭയുടെ പുറകിൽ തന്നെ നിൽക്കുന്നു. പേടിച്ചുപോയ പ്രഭ ഓടി രക്ഷപ്പെടാനായി നോക്കിയെങ്കിലും അവളെ ഡോറ് ലോക്ക് ചെയ്തു. കാരണം അവൾക്ക് പ്രഭയോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടായിരുന്നു. അവൾക്ക് താൻ ആരാണെന്നോ തന്റെ പേരെന്താണെന്നോ തന്റെ ഫാമിലി ആരാണെന്നോ ഒന്നും തന്നെ ഓർമ്മയില്ല. പക്ഷെ പ്രഭ അവളെ കേൾക്കാനോ അവളെ മനസ്സിലാക്കാനോ തയ്യാറായിരുന്നില്ല. അവൻ അവളെ പേടിയായിരുന്നു. സംസാരത്തിനിടയിൽ അവൾ കർത്താവെ എന്ന് വിളിച്ചതും അവളൊരു ക്രിസ്ത്യൻ പ്രേതമാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് പൂജ ഏൽക്കാത്തത് എന്ന് കരുതി അവൻ പിറ്റേന്ന് തന്നെ കുറച്ച് കുരിശ് വാങ്ങാനായി പോയി. എന്നാൽ കുരിശ് വാങ്ങുന്നതിനിടയിൽ അവൾ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇത്രയും കുരിശിനിടയിൽ നിന്നിട്ടും അവൾക്കൊരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് ഈ ഐഡിയ വർക്കാവില്ലെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. അതേ നേരത്തെ തന്നെ പ്രഭയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. മുംബൈയിലെ ഒരു മ്യൂസിഷ്യൻ ഗിത്താറിസ്റ്റിനെ നോക്കുന്നുണ്ടായിരുന്നു. അവർ ചൂസ് ചെയ്തത് പ്രഭേന്ദുവിനെയാണ്. പെട്ടെന്ന് തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് വരാനായി പറഞ്ഞു. അവൻ ഉടനെ തന്നെ അവിടെ എത്തുകയും ആ പെൺകുട്ടി അവിടെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ ഗിത്താർ പ്ലേ ചെയ്യാനായി തുടങ്ങി. എന്നാൽ അവൻ 2-3 തവണ ട്രൈ ചെയ്തിട്ടും അവൻ പ്ലേ ചെയ്യുന്നത് അയാൾക്ക് തീരെ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അയാൾക്ക് ദേഷ്യപ്പെടാൻ തുടങ്ങിയ സമയത്താണ് അവൾ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവൾ അത്യാവശ്യം ഗിത്താറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്ലേ ചെയ്യാനായി അവൾ അവനെ സപ്പോർട്ട് ചെയ്തു. അത് അയാൾക്ക് നല്ലപോലെ ഇഷ്ടാവുകയും അവനെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. തന്റെ പാഷനിൽ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ പ്രഭേന്ദുവിന് അവളോടുള്ള പേടി മാറുകയും അവളെ ഇഷ്ടാവുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും നല്ല കൂട്ടായി ഒരുപാട് സംസാരിക്കാനായി തുടങ്ങി. അവന് മാത്രമേ അവളെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റൂ. ഇതൊരു ഡെലൂഷൻ പോലെ ആയതുകൊണ്ട് തന്നെ അവളെ ഡെലുലു എന്ന പേരിൽ അവൻ വിളിക്കാനായി തുടങ്ങി. ഡെലുലുവിന് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അവൾ മരണപ്പെടുന്നതിന് മുന്നേ ആരോ ഒരാൾ യെസ് പറഞ്ഞതായി അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും അവൾക്ക് ഓർമ്മയില്ല. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഒരുപാട് സെമിത്തേരിയിലൊക്കെ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കല്ലറയുണ്ടോ എന്ന് നോക്കാനായി പോയി. പക്ഷെ അതൊന്നും വർക്കായില്ല. അടുത്ത വഴി കണ്ടുപിടിക്കുന്നതിനിടെ അവർ നല്ല ഫ്രണ്ട്സ് ആവുകയും പ്രഭ തന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവളുമായി ഷെയർ ചെയ്യാനായും തുടങ്ങി. അവൻ ഫോൺ എടുത്ത് അവളുടെ ഒരു ഫോട്ടോ എടുക്കാനായി ശ്രമിച്ചെങ്കിലും ഫോണിൽ അവളെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ മറുവശത്ത് അന്ന് പ്രശ്നം ഉണ്ടാക്കിയ പയ്യന്മാർ ഇത് കാണുകയും അവരുടെ വീഡിയോ എടുത്തതാണെന്ന് കരുതി അവർ വന്ന് പ്രഭേന്ദുവുമായി തല്ലുണ്ടാക്കാനായി തുടങ്ങി. പ്രഭേന്ദു ആദ്യം പേടിച്ച് മിണ്ടാതെ നിന്നെങ്കിലും ഡെലുലുവിന്റെ നിർബന്ധം കൊണ്ട് തന്നെ അവന്മാർക്കിട്ട് നല്ല ഇടി കൊടുക്കുകയും പേടിച്ചുപോയ പയ്യന്മാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം പ്രഭയ്ക്ക് റെക്കോർഡിങ്ങിനായി മുംബൈയിലേക്ക് പോവേണ്ടി വന്നതുകൊണ്ട് തന്നെ ഡെലുലുവിനെയും കൂടെ കൂട്ടുകയാണ്. ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് സീറ്റ് ദൂരെ ആയതുകൊണ്ട് തന്നെ പ്രഭയുടെ അടുത്തിരുന്ന പെണ്ണിന്റെ ദേഹത്തേക്ക് ഡെലുവിൽ കയറുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഫ്ലൈറ്റിൽ കയറിയതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എത്രത്തോളം ഓർമ്മകൾ തിരിച്ചു വരുന്നു അത്രത്തോളം മനസ്സിന്റെ ഭാരം കുറയുന്നതായി തോന്നുന്നു എന്ന് ഡെലുവിൽ പ്രഭയോട് പറഞ്ഞു. ചിലപ്പോൾ ആത്മാവിന് മോശം കിട്ടുന്നത് കൊണ്ടായിരിക്കും. ആ യെസ് പറഞ്ഞത് ആരാണെന്ന് കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡെലുവിന് കംപ്ലീറ്റ് ആയ മോക്ഷം കിട്ടി ഇവിടെ നിന്ന് പോകാൻ പറ്റുമായിരിക്കുന്നു അവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞതും അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ പ്രഭയ്ക്ക് ഒരു സങ്കടവും ഇല്ലേ, പ്രഭ എന്നെ മിസ് ചെയ്യില്ലേ എന്ന് ഡെലുവിൽ ചോദിക്കുകയാണ്. എന്നാൽ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം
ഞാൻ എന്തായാലും തന്നെ മിസ് ചെയ്യുന്നു പറഞ്ഞതും അതേ നേരം ഡെലുലു ആ പെൺകുട്ടിയുടെ ദേഹത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ പെണ്ണ് പ്രഭ ഫ്ലേർട്ട് ചെയ്യാണെന്ന് കരുതി അവനോട് ദേഷ്യപ്പെടുകയും ഇത് കണ്ട ഡെലുലു അവനെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും മുംബൈയിലെത്തി റെക്കോർഡിംഗ് ഒക്കെ ഭംഗിയായി കഴിഞ്ഞു. അതിനുശേഷമാണ് സാദിയ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നത്. ആളൊരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ സാദിയ ആയിരുന്നു പ്രഭേന്ദുവിന്റെ മ്യൂസിക് വിരാജിന് അയച്ചു കൊടുത്തിരുന്നത്. ഒരേ ഫ്ലൈറ്റിലാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും. സാദിയയുടെ ബ്രേക്കപ്പ് സ്റ്റോറി അറിഞ്ഞതുകൊണ്ട് തന്നെ പ്രഭ അവളെ ആശ്വസിപ്പിക്കുകയും അവർ അവിടെ വെച്ച് നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. അവളുടെ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ടപ്പോഴാണ് ഡെലുലുവിന് താൻ ഒരാളുമായി പ്രണയത്തിലായിരുന്നു എന്ന കാര്യം ഓർമ്മ വരുന്നത്. പക്ഷെ ആൾ ആരാണെന്ന് തന്നെ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. ഇനി അയാളായിരിക്കും ആ എസ് പറഞ്ഞതെന്ന് പ്രഭ ചോദിച്ചപ്പോൾ അയാൾ എസ് പറഞ്ഞ് ഞാൻ ഹാപ്പി ആവല്ലേ വേണ്ടത്, അതിന് മരിക്കണം എന്ന് ഡെലുലു മറുപടി പറഞ്ഞു. ഇതേ നേരത്താണ് സാധ്യ തന്റെ അടുത്തിരിക്കാനായി പ്രഭയെ വിളിക്കുന്നത്. പ്രഭ അവളുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചതും ഡെലുലുവിന് അത് കണ്ട് കുറച്ച് വിഷമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ നാട്ടിലേക്ക് എത്തി. രൂപയ്ക്ക് ദുർമരണങ്ങൾ നടന്ന വീടുകളിലെ ബാധ ഒഴിപ്പിക്കാനുള്ള പൂജ കിട്ടിയിട്ടുണ്ടായിരുന്നു. രൂപ പ്രഭയും കൂടെ കൂട്ടി. എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് മുംബൈയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നതിനാൽ പൂജ നിർത്താൻ തന്നെ പ്രഭ തീരുമാനിച്ചു. ഇതിനിടയിൽ സാധ്യ പ്രഭയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ചേട്ടന്റെ മാരേജ് ഫംഗ്ഷന് പ്രഭയെ ഇൻവൈറ്റ് ചെയ്യാണ്. അവൻ ആദ്യം പോവാൻ മടിച്ചെങ്കിലും ഡെലുലു നിർബന്ധിച്ചതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഫംഗ്ഷന് പോയി. എന്നാൽ അവിടെ എത്തിയ സമയത്ത് സാധ്യ വളരെ സുന്ദരിയായി ഡാൻസ് കളിക്കുന്നത് കണ്ട് പ്രഭേന്ദു അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അതൊന്നും ഡെലുലുവിന് തീരെ ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ വെച്ച് സാദിയും പ്രഭയും ഒന്നുകൂടി ഡീപ്പായി സംസാരിക്കുകയും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവുകയും ചെയ്തു. എന്നാൽ വളരെ വിഷമത്തിലായ ഡെലുലു തിരിച്ചു വരുന്ന വഴിക്ക് തന്റെ ഉള്ളിലെ സ്നേഹം പ്രഭയോട് തുറന്നു പറയുകയാണ്. പ്രഭ ആദ്യത്തെ തമാശയായി എടുത്ത് അവളെ ഒരുപാട് കളിയാക്കിയെങ്കിലും അവൾ പിന്നെ ഓരോന്ന് പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാനായി ശ്രമിച്ചു. ലവ് എന്നത് വെറും ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ, കൂടാതെ എനിക്ക് പ്രഭയല്ലാതെ മറ്റാരുമില്ലെന്ന് അവൾ വളരെ സങ്കടത്തോടെ പറയുകയാണ്. എന്നാൽ പ്രഭ അതിന് വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് മറുപടി പറയുന്നത്. സാധ്യ അവനെ ഹഗ് ചെയ്തപ്പോൾ അവന്റെ മനസ്സ് നിറഞ്ഞു എന്നും അന്ന് അവൻ ഒരുപാട് സന്തോഷിച്ചു എന്നും പറഞ്ഞപ്പോൾ എല്ലാ ആണുങ്ങളും കണക്കാന്ന് പറഞ്ഞ് ഡെലുലു അവനോട് ദേഷ്യപ്പെട്ടു. എന്നാൽ അതേ നേരത്താണ് സാധ്യയുടെ ഫോൺ കോൾ പ്രഭയുടെ ഫോണിലേക്ക് വരുന്നതും രണ്ടുപേരും ഒന്ന് സൈലന്റായി നിന്നു. എന്നാൽ കുറച്ചു നേരത്തിന് ശേഷം ഡെലുലു സോറി പറഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്യാനായി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രഭയാണെങ്കിൽ ദേഷ്യത്തിൽ എനിക്കിതിരി പ്രൈവസി വേണമെന്ന് പറഞ്ഞ് കാറിന്റെ ഡോറും തുറന്ന് വളരെ സ്പീഡിൽ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഈ വണ്ടിയുടെ പുറകിലായി വളരെ സ്പീഡിൽ മറ്റൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആക്സിഡന്റ് ആവാതിരുന്നത്. എന്തായാലും ആ ഡ്രൈവർ പ്രഭയെ ചീത്ത പറയുകയും ഡെലുലു സങ്കടത്തോടെ ഓടി വന്ന് പ്രഭയെ ഹഗ് ചെയ്യുകയും ചെയ്തു. അവർ രണ്ടുപേരും വളരെ ഇമോഷണൽ ആയി ഡീപ്പായി ഹഗ് ചെയ്തു. എന്നാൽ ഡെലുലു ഇമോഷണൽ ആയത് പ്രഭയായി ആക്സിഡന്റ് ആവാൻ പോയതുകൊണ്ട് മാത്രമല്ല, ആ ഒരു സംഭവത്തോടു കൂടി അവൾക്ക് അവളുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മ വരികയാണ്. അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു ഡെലുലുവിൻ്റെത്. അവരെല്ലാവരും നല്ല ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. അവൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി ലീവനായി നാട്ടിൽ വന്ന സമയത്താണ് താൻ അവിടെ വെച്ച് കണ്ട ഒരാളുമായി ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അവൾ പാരന്റ്സിനോട് തുറന്നു പറയുന്നത്. എന്നാൽ അവർ തമ്മിലൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടെന്നല്ലാതെ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല. എന്തായാലും ഡെലുലു ഇപ്പോൾ ആദ്യം അവനെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അച്ഛനും അമ്മയും കൂടെ കൂട്ടാനാണ് അവളുടെ പ്ലാൻ. ആളൊരു ഹിന്ദു ആണെന്നും തന്നേക്കാൾ കുറച്ചധികം പ്രായമുണ്ടെന്ന് കൂടി അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ എന്നാൽ അവളോട് ഫോട്ടോ കാണിക്കാനായി ആവശ്യപ്പെട്ടെങ്കിലും ആൾക്ക് അത്യാവശ്യം താടിയുണ്ട്, അമ്മക്ക് താടി വെച്ച ആളെ ഇഷ്ടമല്ലല്ലോ, എന്തായാലും നേരിട്ട് കണ്ടാൽ മതിയെന്നും പറഞ്ഞ് അവൾ രണ്ടുപേരെയും കൂട്ടി അവനെ കാണാനായി പുറപ്പെട്ടു. എന്നാൽ കുറെ നേരം കാത്തിരുന്നിട്ടും ആ പയ്യൻ വരാത്തത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും നല്ല വിഷമമായി തുടങ്ങി. അവൻ വരുന്നില്ലെന്നുള്ള മെസ്സേജ് കൂടി കണ്ടതോടെ ഡെലുലു വളരെ സങ്കടത്തോടെ അവളുടെ അച്ഛനോട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് വിളിപ്പിച്ചതെന്നുള്ള കാര്യം ചിലപ്പോൾ അവൻ ഗസ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വരാത്തത് എന്ന്. എന്നാൽ അതേ നേരത്തെ തന്നെ അവന്റെ ഫോൺ കോൾ അവളുടെ ഫോണിലേക്ക് വരികയാണ്. അവനെന്തോ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു, പപ്പ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വളരെ ധൃതി പിടിച്ച് അലക്ഷ്യമായി കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും എതിരെ സ്പീഡിൽ വന്നൊരു വണ്ടി അവളെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. ശേഷം ICUയിൽ വളരെ സീരിയസ് ആയി കിടക്കുന്ന ഡെലുലുവിനെയാണ് കാണിക്കുന്നത്. ചേച്ചിക്ക് ആക്സിഡന്റ് ആയ വിവരം സ്കൂളിൽ പഠിക്കുന്ന അനിയനെ അറിയിക്കുകയും സ്കൂൾ ലീഡറായ അവിനാഷിന്റെ കൂടെ അവനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. ഈ അവിനാഷിന്റെ കൂടിയായിരുന്നു പ്രഭ ബാധ ഒഴിപ്പിക്കുന്ന സമയത്ത് ഡെലുലു ആദ്യം ഉണ്ടായിരുന്നത്. അവളുടെ പപ്പ അനിയനെയും കൂട്ടി അവളുടെ അടുത്തേക്ക് പോയി. ശേഷം മകനോടായി പറഞ്ഞു, ചേച്ചി ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നത് താഴത്തെ റൂമിൽ മോൻ ജനിച്ചപ്പോഴായിരുന്നു. പക്ഷെ ഇപ്പോൾ ചേച്ചി ഹാപ്പി ആവണമെങ്കിൽ മോന്റെ ഒരു എസ് വേണം. കാരണം ഡെലുലുവിന്റെ ബ്രെയിൻ ഓൾറെഡി ഡെഡ് ആയിരുന്നു. മെഷീൻ സപ്പോർട്ട് നിർത്തി അവളെ ഫ്രീ ആക്കണമെങ്കിൽ പപ്പയുടെ ഒരു എസ് വേണം. പക്ഷെ മകന്റെ എസ് കിട്ടാതെ പപ്പ എസ് പറയാൻ തയ്യാറായിരുന്നില്ല. ഞാൻ എസ് പറഞ്ഞാൽ ചേച്ചി ഹാപ്പി ആവുമെന്ന് വളരെ സങ്കടത്തോടെ അവൻ ചോദിച്ചതും ഹാപ്പി ആവുമെന്ന് അച്ഛനും മറുപടി പറഞ്ഞു. അവളുടെ അനിയൻ പറഞ്ഞ എസ് ആയിരുന്നു അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നത്. ശേഷം ഈ കഥകളൊക്കെ ഡെലുലു പ്രഭയോട് തുറന്നു പറയുന്നതായാണ് കാണിക്കുന്നത്. എല്ലാം കേട്ട് വളരെ ഇമോഷണലായ പ്രഭ അവളുടെ ശരിക്കുള്ള പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഡെലുലു എന്ന് തന്നെ അവൾ പറയുകയാണ്. എന്നാൽ അത് നമ്മളിട്ട പേരല്ലേ എന്ന് പ്രഭ വീണ്ടും പറഞ്ഞു. ഡെലുലു എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ മായ മാത്യു എന്നാണ് എൻ്റെ പേരെന്ന് അവൾ പറഞ്ഞു.
എന്നാൽ അവിടെ വെച്ച് ഡെലുലു വളരെ ഹാപ്പിയായി പോവുകയാണ്. അവൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് ആത്മാവിന് മോശം കിട്ടിയതായി കാണും. എന്നാലും പ്രഭേന്ദു അതോടുകൂടി ആകെ തളർന്നുപോയി. കാരണം ഇത്രയും കാലം കൂടി ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പോയപ്പോൾ അവനത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവളുടെ ഓർമ്മകൾ അവനെ വേദനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ അവന്റെ വല്യച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. എന്നാൽ ഇതൊക്കെ ചിലപ്പോൾ നിന്റെ തോന്നലാവാം, അല്ലെ സത്യമാവാം. എന്തായാലും ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമേ ഒരാത്മാവിന് പൂർണ്ണമായും ശാന്തി ലഭിക്കൂ. അവൾ സ്നേഹിച്ചിരുന്ന ആളെ അവളുടെ വീട്ടുകാർ ഇതുവരെ കണ്ടിട്ടില്ല. ആ ആഗ്രഹം കൂടി നീ അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന് വല്യച്ഛൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഡെലുലുവിന്റെ സുഹൃത്താണെന്നും പറഞ്ഞ് പ്രഭ അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ അമ്മ അവനെ ഉള്ളിലേക്ക് ഇരുത്തി അവളെ പറ്റി ഒരുപാട് സംസാരിച്ചു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഡെലുലുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്താണ് അമ്മ അവൾ ഇഷ്ടപ്പെട്ടിരുന്നത് മോനെ ആയിരുന്നല്ലേ എന്ന് ചോദിക്കുന്നത്. അതിന് അതേ എന്നും മറുപടി പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി പ്രഭ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതേ നേരത്താണ് ഒരു കാറ്റ് വീശുന്നതും അത് ഡെലുലുവിന്റെ സന്തോഷം കൊണ്ടുള്ള സ്നേഹസ്പർശനമാണെന്ന് അവന് മനസ്സിലായി. അവൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങി. ശേഷം മുംബൈയിൽ നടക്കുന്ന ഒരു വലിയ ഫംഗ്ഷനിൽ സാദിയയുടെ കൂടെ ഗിത്താർ പ്ലേ ചെയ്യുന്ന പ്രഭയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ കഥ എല്ലാവരും വളരെ രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് ഇനിയും കേൾക്കുന്നതിനായി മല്ലു വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.